ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട്. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തിടയ്ക്ക് ഒരു അനുഭവം വായിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട നടൻ സനൽകുമാർ സാറിൻ്റെ ഒരു അനുഭവമായിരുന്നു. ഈ അടുത്താണ് ഞാൻ വായിച്ചത്. അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. സങ്കടം മാത്രമല്ല, കൂടെ ഒരു ആത്മവിശ്വാസം കൂടെ ഉണ്ടായി കേട്ടോ. നമ്മൾ നാളെ അതുപോലെ ആവും, അങ്ങനെ ഒരു ഭയങ്കരമായ പ്രതീക്ഷ അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തോ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഞാനും അനുഭവിക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ മാത്രമല്ല, നമ്മൾ ഇപ്പോൾ എന്ത് ജോലിക്കാണെങ്കിലും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോവാം, അതായത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓറ, നെഗറ്റീവ് എനർജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിടും. അപ്പോൾ ആദ്യം അതിൽ പറയുന്നത്, ഞാൻ ഇപ്പോൾ എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ കരിയർ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഞാൻ അഭിനയമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറേ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, വെബ് സീരീസ് അഭിനയിച്ചിട്ടുണ്ട്, ആൽബം ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ നേരിടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആരുടെയും പേരെടുത്തു അങ്ങനെയൊന്നുമല്ല. പൊതുവേ ആരും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. പക്ഷേ ചില ആൾക്കാരുടെ മനോഭാവം, അതാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ഇതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്ന് നമ്മൾ ആൾക്കാരെ അറിയിച്ചു എന്ന് വിചാരിക്കും. നമ്മുടെ സർക്കിളിൽ നിൽക്കുന്ന കുറേ ആൾക്കാരെ അറിയിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, ആണോ, നല്ല കാര്യം, നന്നായി വരട്ടെ, എന്നിട്ട് പറയും വലിയ നടിയൊക്കെ ആവുമ്പോൾ നമ്മളെ മറക്കരുത് കേട്ടോ എന്നാണ് ആദ്യം പറയുന്നത്. അതായത് നമുക്ക് ആഗ്രഹമുണ്ട് എന്നറിയുമ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിരിച്ച് കളയത്തുള്ളൂ. നമുക്കറിയാമല്ലോ, നമ്മൾ പെട്ടെന്നൊന്നും നടക്കാത്ത കാര്യമാണത് വലിയ നടിയാവുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ പറയുന്നതാണ്. പക്ഷേ അത് ഓക്കെ, അതവിടെ കഴിഞ്ഞു. നമ്മളതിനെ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുമ്പോൾ, അതായത് ഇപ്പം നമുക്കൊരു ഓഡിഷൻ വരുന്നു, നമ്മളതിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ വരുമ്പോൾ അടുത്ത് വരുന്നതാണ് ഓഡിഷന് പങ്കെടുത്തു എന്ന് കേൾക്കുമ്പോൾ, പങ്കെടുത്തു, പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അല്ലേ ഇൻഡസ്ട്രിയെക്കുറിച്ച്, അതൊക്കെ അറിയാമല്ലോ അല്ലേ, അതൊക്കെ അറിയാൻ തന്നെയാണോ പോകുന്നത്. ഇതേ സെയിം വ്യക്തികളിൽ നിന്ന് കേൾക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആരോടും പറയാമല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ അഥവാ പറയുകയാണ്, നിങ്ങൾ നല്ലതാകുമ്പോൾ നമ്മൾ മറക്കരുത് കേട്ടെന്ന് പറഞ്ഞു അവരതിലേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക പോലുമില്ല, അതിലൊരു നെഗറ്റിവിറ്റി. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ബുദ്ധിമുട്ടാണ് എന്തോ. നമ്മൾ അസൂയ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ അസൂയ എന്നതിനെ പറഞ്ഞ് കളയാനൊക്കത്തില്ല കേട്ടോ. അത് അസൂയയല്ല, അതെന്തോ ഒരു മനോഭാവമാണ്. അങ്ങനത്തെ നികൃഷ്ടമായ ചിന്തകളുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഒരു കാടാണിത്. അവിടെ വന്യമൃഗങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സേഫായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും അഭിനയിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു അങ്ങനെ, അതായത് ഇതേ പറഞ്ഞ വ്യക്തികൾ തന്നെ അങ്ങനെ പറയുന്ന ഒരു രീതി, അത് ഒരു അനുഭവമാണ്. പിന്നെ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ നെഗറ്റിവിറ്റി പറയുമ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും പറയണം കേട്ടോ. നമുക്ക് എപ്പോഴും നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവുന്നതെന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എതിർക്കുമ്പോഴാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവ്, മക്കളുണ്ടെങ്കിൽ മക്കൾ, അമ്മ, അച്ഛൻ, സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ, ഇത്രയും പേര് എതിർക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് നമ്മുടെ കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞാൽ, അതായത് ഇപ്പം അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹസ്ബൻഡ് എതിർക്കുന്നുണ്ട്, അച്ഛനും അമ്മ എതിർക്കുന്നുണ്ട്, മക്കൾ എതിർക്കുന്നുണ്ട്, സഹോദരങ്ങൾ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങളവിടെ തളർന്നു പോകും. ഇത് ഞാൻ പറയുന്നത്, അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ മാക്സിമം കൺവിൻസ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ പറയണം ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അവരെ മാക്സിമം പറഞ്ഞ് കൺവിൻസ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ അവരെ സംസാരിച്ച് അവരെ നമ്മുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ തെറ്റല്ലല്ലോ ചെയ്യാൻ പോകുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തോടെ നമ്മുടെ കഴിവിൽ നമ്മൾ വിശ്വസിച്ച് അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കാര്യം. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ദൈവം സഹായിച്ച് എനിക്ക് എൻ്റെ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ്. മോള് കുഞ്ഞാണ്, വേറെ ഇല്ലെങ്കിലും അവൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛനിപ്പോൾ ഇല്ല, അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. ഫിസിക്കൽ, മെൻ്റൽ എല്ലാ രീതിയിലും അമ്മ സപ്പോർട്ടാണ്. തന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനും നല്ല സപ്പോർട്ട് തന്നെ. അപ്പോൾ എനിക്കതിൽ അവിടെ എൻ്റെ മൈൻഡ് പ്രശ്നമൊന്നും ഇല്ല. ഞാൻ വളരെ ഫ്രീയാണ്. മറ്റ് ആര് നമ്മളെ മോശം പറഞ്ഞാലും, ഇപ്പോൾ ഇത്രയും ആൾക്കാരാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരത്തുള്ളൂ. മറ്റേത് രീതിയിൽ, ഇപ്പോൾ നാട്ടുകാരാണോ അല്ലെങ്കിൽ റിലേറ്റീവ്സാണോ അങ്ങനെയുള്ളവർ എന്ത് പറഞ്ഞാലും
ഒരിക്കലും മൈൻഡിലേക്ക് എടുക്കാതിരിക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ബന്ധങ്ങളുണ്ടല്ലോ, നമ്മുടെ രക്തബന്ധം, ഹസ്ബൻഡ് രക്തബന്ധമല്ല, പക്ഷേ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇത് ഈ രക്തബന്ധം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബന്ധമല്ലാതെ മറ്റ് എവിടെ നിന്ന് വന്നാൽ നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ബന്ധങ്ങളാണ്. ഇത് ആരാണ്, റിലേറ്റീവ്സ് ആണെങ്കിലും ശരി, ഈ പറഞ്ഞ നാട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ ഒരുപാടുണ്ട്, എനിക്കുമുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് എനിക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട് എന്നല്ല, പക്ഷെ ഉണ്ടാവാം. കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ, ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പല തരത്തിലുള്ള ആൾക്കാരുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുണ്ട്. പിന്നെ നമുക്ക് ചിലപ്പോൾ ഫുൾ സപ്പോർട്ടെന്ന് പറഞ്ഞ് നിന്നിട്ട് നമ്മളോടൊരു രീതി പറയും, ഭയങ്കര സപ്പോർട്ടാണ്, അടിപൊളി ഓൾ ദ ബെസ്റ്റ് അങ്ങനെയൊക്കെ. പക്ഷെ മറ്റൊരാളോട് അതിനൊക്കെ പോകുന്നു, ഇതിന് പോകുന്നു, മറ്റതിന് പോകുന്നു, മറിച്ചതിന് പോകുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട്. എനിക്ക് അങ്ങനെ കേട്ടാൽ ഭയങ്കര വിഷമം തന്നെയാണ്. 2 ദിവസങ്ങൾ നശിച്ചേക്കാം. പക്ഷേ ഇഗ്നോർ ചെയ്യുക. കാരണം അവർ നമുക്ക് വേണ്ടി ജീവിച്ച് തരില്ല. നമ്മൾ മാത്രമേ നമുക്ക് വേണ്ടി ജീവിക്കാനുള്ളൂ, അല്ലേ? നമ്മുടെ കുടുംബം, നമ്മുടെ ഭർത്താവ്, മക്കൾ, നമ്മൾ സ്നേഹിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരിങ്ങനെ പറയില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യും, നമ്മൾ കുറേ യാത്ര ചെയ്യും, കുറേ വാതിലുകൾ മുട്ടും. ഞാൻ ശരിയായ രീതിയിലാണ് കേട്ടോ പറയുന്നത്. ഞാൻ ശരിയായ രീതിയിൽ മാത്രം ചിന്തിക്കുന്ന, അതായത് ശരിയായ രീതിയിൽ മാത്രം ഈ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ വഴിയുന്നു അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്, ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് സ്നേഹം തരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരെ മാത്രം ചേർത്ത് പിടിക്കുക. ഇപ്പം എൻ്റെ അമ്മയൊക്കെ പറയും, അറിയില്ല നാളെ എന്താണെന്ന്, പക്ഷെ പറയാറുണ്ട്, നീ വിജയിക്കും, നിനക്ക് എന്നെങ്കിലും ദൈവം ഒരു നല്ല തരുമെന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്, ചേച്ചി പറയാറുണ്ട്. എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനെന്നും കൂടെ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് പിന്നെ പറയേണ്ട കാര്യമില്ലാണ്, എൻ്റെ കൂടെ ഞാൻ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. മോളും അത് കുഞ്ഞായതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയില്ലെന്ന്. അങ്ങനെ എനിക്ക് ആ സ്നേഹമുണ്ട്. അപ്പുറത്ത് നാട്ടുകാരെന്ത് പറയുന്നത് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുന്നതാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ നോക്കി ചിരിക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കാണുമ്പോൾ കൊള്ളാം കേട്ടോ, അടിപൊളി എന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് പറയുന്നവർ ഒരിക്കലും നിങ്ങളതിൽ എന്ത് പറയുക, കണ്ണടിച്ച് വീണ് പോകരുത്. കാരണം അങ്ങനെയല്ല. കാരണം നാളെ അതേ ആൾക്കാരിൽ നിന്ന് മറ്റുള്ളവരോട് പറയുന്നുണ്ടാവും, നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കയറി വരുന്നത്. പക്ഷേ അതിന് വളരെ പുച്ഛത്തോടെ പറയുന്ന ആൾക്കാരുണ്ട്, നമ്മൾ നാളെ എന്തെങ്കിലും അറിഞ്ഞേക്കാം. അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് വിഷമം തോന്നും. ആ തോന്നരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറയുന്നത്. നമ്മൾ ഒരിക്കലും തളർന്നു പോകേണ്ട ഒരു കാര്യമല്ല. നമുക്ക് നമ്മുടെ ബൗണ്ടറിക്ക് വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ, അതിന് ആരാണെങ്കിലും ശരി തന്നെയാണ്, മാക്സിമം ഇഗ്നോർ ചെയ്യുക. ഇത്തരം നെഗറ്റിവിറ്റി, അങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഇത്തരക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തം കാര്യം മാത്രം, എനിക്ക്, എൻ്റേത്, ഞാൻ, എന്നെ, അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കഷ്ടപ്പാടുകളൊന്നും ഒരു വാല്യൂ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ആരും ദ്രോഹിക്കാനല്ലല്ലോ, അല്ലേ? നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതും നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ചെയ്യുന്നതും അഭിനയിക്കുന്നതും ഒക്കെ. അല്ലെങ്കിൽ എന്ത് ജോലിയാണെങ്കിലും, കഷ്ടപ്പാടുള്ള കുറച്ച് ജോലികളാണെങ്കിലും നമ്മൾ തന്നെയാണ്. അത് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, വേദനിപ്പിക്കുന്നില്ല. നിങ്ങൾ സഹായിക്കും അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മൾ അങ്ങനെ പോകുന്നത് പോലെ മറ്റുള്ളവരും അങ്ങനെ ചിന്തിക്കട്ടെ. പിന്നെ ഒരു വീട്ടിൽ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രി ആണെന്ന് തോന്നുന്നു, കാശിൻ്റെ കണക്ക് ചോദിക്കുന്ന കുറേ ആൾക്കാർ. എത്ര രൂപ കിട്ടും, എങ്ങനെ കിട്ടും? എന്നാൽ ഇവർ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോട് പോയി ചോദിക്കും, നിങ്ങൾക്ക് എത്ര സാലറി? അതായത് ജസ്റ്റ് അറിയുന്ന ഒരാൾ പെട്ടെന്ന് പോയി ചോദിക്കില്ല, കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ, പെട്ടെന്ന് പോയി എന്നോട്, ഞാൻ അതല്ലാതെ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ ഒരാൾ കണ്ടു, പെട്ടെന്നൊന്നും സാലറി എത്രയാണെന്ന് ചോദിക്കത്തില്ല, എനിക്കറിയാതെ. പക്ഷെ അതേ ആൾക്കാർ ഇപ്പോൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുമ്പോൾ അവർക്ക് എന്തോ ഒരു ഫേക്ക് കൺസേൺ ആണ് നമ്മളെക്കുറിച്ച്. കാശ് എത്ര കിട്ടും, എങ്ങനെ കിട്ടും, എങ്ങനെയാണ് ഇതിൽ കയറിയത്? അതൊക്കെ ശരിയാണ്, മാന്യമായ ചോദ്യമാണ്. പക്ഷേ എത്ര രൂപ, അത് ഭയങ്കര ഒരു കൺസേൺ ആണ് ആൾക്കാർക്ക്. അതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നോ, എത്ര രൂപ കിട്ടിയിരുന്നോ ഒന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇതിലൂടെ വരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു, അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു കേട്ടോ എത്രയാണ്, കാരണം എനിക്ക് പെട്ടെന്ന് നുണ വരില്ല വായിൽ, അതുകൊണ്ട് ഞാൻ ശരിക്കും പറയും. പക്ഷെ പിന്നെ എനിക്ക് ആ ചോദ്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത്? കാരണം ജീവിക്കുന്നത് ഞാൻ ആരോടും പോയി ചോദിക്കാറില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് അവരൊരു കൂട്ടി തരുന്നില്ല. അവരെല്ലാം നമുക്ക് എന്താണ്, നമ്മുടെ ചിലവുകൾ നോക്കുന്നത് അവരല്ല. പക്ഷെ എന്തിനാണ് എന്നറിയില്ല ഇങ്ങനെ ഒരു കൺസേൺ. അവർക്ക് എന്ത് വെപ്രാളമാണ്, നമുക്ക് എങ്ങനെ പൈസ കുറവ് കിട്ടിയാൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, ഭയങ്കര ഒരു കൺസേൺ ഞാൻ അവിടെ കാണുന്നുണ്ട്. പക്ഷെ അത് ഫേക്കാണ് കേട്ടോ. അതിലൊന്നും വിശ്വസിച്ച്, ഞാൻ പഠിച്ച പാഠമാണ്, പറയരുത്. നിങ്ങൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ പറയാറില്ല. ഞാൻ എനിക്കുള്ളത് കിട്ടും. എൻ്റെ ചേച്ചി പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞാൽ മതി, നിനക്കുള്ളത് കിട്ടുന്നതായിട്ടുള്ളത് നീ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്.
ഞങ്ങൾക്ക് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോലെയാണ് നമ്മുടെ ജീവിതമാണ്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മറ്റാരും അതിലിടപെടേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയാണെങ്കിലും അങ്ങനെയല്ലേ, അവർ നമ്മുടെ അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്ത് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് ആരുടെയെങ്കിലും വാക്ക് കേൾക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ജീവിച്ച് തുടങ്ങുമ്പോൾ നാട്ടുകാർ ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അവർ ജീവിച്ച രീതിയിൽ തന്നെ, അതായത് ഈ നാട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ മറ്റുള്ളവരോട് ചോദിച്ചിട്ടല്ല ജീവിക്കുന്നത്, സ്വന്തം ഇഷ്ടമാണ്, അതുപോലെ ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം ചോദ്യങ്ങൾ ഒരുപാട് വരും. അതിനെല്ലാം ഇഗ്നോർ ചെയ്യുക. നമ്മളെ കണ്ണ് ചിരിച്ച് കാണിച്ചിട്ട് അപ്പുറത്ത് പോയി ഇരുന്ന് കുറ്റം പറയുന്നവരെ ഏറ്റവും പേടിക്കണം എന്നല്ല, ഒഴിവാക്കി വിടുക. കാരണം നമ്മളെ ദിവസങ്ങൾ നമ്മുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന രീതിയിലുള്ള ആൾക്കാരാണ് അത്തരക്കാർ. അതിൻ്റെ ആരാണെങ്കിലും എത്ര സ്നേഹമുണ്ടെന്ന് പറയുന്നവരാണെങ്കിലും നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, നമ്മളോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെക്കുറിച്ച് കുറ്റം പറയത്തില്ല മറ്റൊരാളോട്, അല്ലേ? ഇപ്പോൾ നമുക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോൾ എനിക്കെൻ്റെ ചേച്ചി, എൻ്റെ അമ്മ, എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പുറത്ത് മാറി നമ്മൾ കുറ്റം പറയുന്നത് അങ്ങനെയാണ്, ഇന്ന കാര്യം ഇങ്ങനെയാണ് പറയത്തില്ല. ഇഷ്ടമില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വ്യക്തികളെ എന്ത് ചെയ്താൽ നിങ്ങളും ഇഗ്നോർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. അതുകൊണ്ട് അവരുടെ രീതിക്ക് അങ്ങ് വിടുക. അതേ പറയാനുള്ളൂ എനിക്ക്. അപ്പോൾ നമ്മൾ, അതായത് പറയപ്പെടുന്ന നമ്മളും അവരെയൊക്കെ ഒഴിവാക്കുക. നമ്മുടെ ജീവിതമാണ്, നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ, ആർക്കും വേണ്ടി കളയാൻ നമുക്ക് സമയമില്ല. ഞാൻ പോസ്റ്റൊക്കെ ഇടാറുണ്ട്, നമ്മൾ ആർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് ഫാമിലിയിൽ ഒരു ആവശ്യം വന്നു, നമ്മൾ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ജോലിക്ക് പോകും, ഞാൻ ഇതിന് പോകുന്നുണ്ട്, എൻ്റെ അമ്മ ഇല്ലെങ്കിൽ എനിക്കിതിന് പോകാൻ കഴിയില്ല. കാരണം എൻ്റെ മോളെ നോക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ ഇല്ലെങ്കിൽ എനിക്ക് കഴിയത്തേയില്ല. പലരും എൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ട്, പല സാഹചര്യങ്ങളിലും നോക്കിയിട്ടുണ്ട്. ഹസ്ബൻഡ് വീട്ടിൽ നോക്കിയിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ നോക്കിയിട്ടുണ്ട്, പിന്നെ അനിയൻ്റെ വൈഫ് അവർ നോക്കിയിട്ടുണ്ട്, എൻ്റെ ചേട്ടൻ്റെ വൈഫ് അവരും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് കുഞ്ഞിനെ നോക്കിയിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ വർക്കിന് പോകുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയില്ലാതെ കഴിയത്തില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ, അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ എല്ലാം ഡ്രോപ്പ് ചെയ്ത് ഞാൻ നിന്നിട്ടുണ്ട്. കുഞ്ഞാണല്ലോ നമുക്ക് കുഞ്ഞുങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അവർക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാൻ കഴിയില്ല, എന്തിനും അവർക്ക് ചിന്തിക്കാൻ പോലും അറിയത്തില്ല. അപ്പോൾ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ അവർക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ അമ്മയ്ക്ക് അവളെ നോക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഞാൻ ചില ഷൂട്ടൊക്കെ മാറ്റി വെച്ച് ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ സാഹചര്യം വരുമ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തു തന്നെ ആവാം. അതെല്ലാം നമുക്ക് നമ്മുടെ ആവശ്യമില്ല എന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും ആർക്കും വേണ്ടി ഒന്നും ഉപേക്ഷിച്ച് നിൽക്കരുതെന്ന് തന്നെ ഞാൻ പറയാറുള്ളൂ. കാരണം നമ്മുടെ ജീവിതമാണ്, നമുക്ക് പ്രായം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്ന് കഷ്ടപ്പെട്ടാലേ നമുക്ക് നാളെ കുറച്ചെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? നമുക്ക് പാരമ്പര്യ സ്വത്തുക്കൾ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ആർക്കും ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടത്. എൻ്റെ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചത്, അതുപോലെ നമ്മളും കഷ്ടപ്പെട്ട്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ദൈവം സഹായിച്ച് എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്ടുകാർ എനിക്ക് കൂടെ തന്നെയുണ്ട്. ഒരു നെഗറ്റീവും പറയാതെ എനിക്ക് കൂടെ തന്നെയുണ്ട്. എനിക്ക് ആ ഒരു ധൈര്യം മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കുന്ന കുറേ ബന്ധങ്ങൾ, അത് എനിക്ക് പ്ലസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങളും അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത്, മോശമായിട്ട് നമ്മുടെ ഞാനീ പറഞ്ഞ ആൾക്കാർക്ക് മോശമായിട്ട് വരുന്നെങ്കിൽ കൺവിൻസ് ചെയ്താൽ മതി. നമ്മുടെ വീട്ടുകാരല്ലേ, അവർക്ക് മനസ്സിലാവും. പുറത്തുനിന്ന് ഞാനീ പറഞ്ഞ സർക്കിളിൽ നിന്ന് പുറത്തുനിന്ന് ആര് പറഞ്ഞാലും മാക്സിമം ഇഗ്നോർ ചെയ്യുക. ഇതിനപ്പുറം ഒരു ക്ലാസ് എനിക്ക് പറഞ്ഞു തരാനില്ല. ഞാൻ അനുഭവത്തിൽ നിന്നും കൂടെയാണ് കേട്ടോ പറയുന്നത്. ആരും ഇല്ല നമുക്ക് വേണ്ടി എന്ന് പറയാൻ. ഈ പറഞ്ഞ ഇത്രയും അല്ലാതെ വേറെ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. ഇത് വേറൊരു കാര്യം. ആരും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, ഒരിടത്തു നിന്നും ഒരു സപ്പോർട്ടും വേണ്ടാന്ന് വയ്ക്കുക. നമ്മൾ തന്നെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരിക. നമുക്ക് ദൈവം ഒരു നല്ല നിലയിൽ നമ്മളെ എന്നെങ്കിലും ഒരു ദിവസത്തിൽ കൊണ്ടെത്തിക്കും എന്നൊരു ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് വായിച്ച സൽമാൻ സാറിൻ്റെ അത് വായിച്ചപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം അന്നോട്ടേ ഉണ്ടായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ ഷെയറൊക്കെ ചെയ്ത് എന്നെ വായിച്ചപ്പോൾ ശരിക്കും സങ്കടമായി. അതൊക്കെ വെച്ച് നമ്മുടെ സ്ട്രഗിളൊന്നും ഒന്നുമല്ല ആ കാലഘട്ടത്തിൽ അവരനുഭവിച്ചത്. പക്ഷേ ഇന്ന് നിൽക്കുന്നില്ല, അത്രയും വലുതാണ്. കാരണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നല്ല നിലയിൽ എത്താൻ പറ്റൂ. ഒരുപാട് പേര് മോശം പറയും, മൈൻഡ് ചെയ്യരുത്. ശക്തമായി മുന്നോട്ട് പോവുക. നമ്മളെ സ്നേഹിക്കുന്നവർ എന്നും നമ്മുടെ കൂടെ തന്നെ, ഒരു വാക്ക് പോലും നോക്കിക്കാതെ എന്നും കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കുറേയൊക്കെ ആത്മവിശ്വാസമൊക്കെ കൂടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാം, നമുക്കൊക്കെ ജീവിക്കണം, അല്ലേ? അപ്പോൾ ശരി, ഇനി മറ്റെന്തെങ്കിലും നല്ല ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.